ഇന്ന് ഞാൻ കുറച്ച് ബീഫ് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളെ കൂടെ കാണിക്കാമേ. ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വലിയ സവാളയോടെ എടുക്കുവാണ്. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നത് അടിച്ചെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ നന്നായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ജീരകം ഇടുവാണ്. പെരുംജീരകം, നമ്മുടെ വലിയ ജീരകം, പെരുംജീരകം ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് ചൂടായപ്പം 4 ഗ്രാമ്പും ഒരു 5-6 പിന്നെ ഒരു 3-4 ഏലക്ക, പിന്നെ ഒരു ഇത്രയും പട്ട. ഞാൻ ചുരുണ്ട പട്ടയാണ് മേടിക്കുന്നത്. ആ പട്ട അത്രയും ഇട്ടു. ഒരു കാര്യം മറന്നുപോയി, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ഞാൻ അരച്ച് ചേർക്കാറില്ലേ, ഇടിച്ചു വെച്ചിരുന്നു. ആ വെളുത്തുള്ളി ഞാൻ അതിലോട്ട് ഇടുക. ഇഞ്ചിയും അത് രണ്ടും ആദ്യം ഇടണം, അതിനെ മറന്നുപോയി കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇട്ടോണേ. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാവാണ്. ഞാനൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും വഴന്നൊന്നും വരണ്ടായ, ഇത് ജസ്റ്റ് ഒന്ന് വഴന്നതേ ഉള്ളൂ. അതിലോട്ട് ആ ബീഫ് ഇടാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓക്കെ. ഇനി ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇടുന്നത് കല്ലുപ്പാണ്. ആവശ്യത്തിന് ഉപ്പിടണം. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇത്രയും കുരുമുളക് പൊടി എടുക്കണേ, എന്നാലേ ഒരു നല്ല എരിവ് വരും. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് ചൂടാക്കുവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് ചൂടാക്കണേ. നല്ല മണം വന്ന് ആ മുളകിൻ്റെ, മല്ലിയുടെ, ഗരം മസാലയുടെ എല്ലാം നല്ല മണം വന്ന്. ഇനി വെച്ചാൽ കരിഞ്ഞു പോകും. ആ മസാല എല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അതിലോട്ട് ഒരു 2 തക്കാളി, ഒരു 2-3 പച്ചമുളക് അത് അതിലോട്ട് ഇടുന്നത്. അതും ഒന്ന് മിക്സ് ചെയ്ത. ഞാനിതിലൊട്ടും വെള്ളം ഒഴിച്ചില്ല കേട്ടോ, ഇതിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് കണ്ടോ. ഇതെല്ലാം കൂടെ ഇട്ടു. ഞാൻ അടച്ചു വെച്ച് ജസ്റ്റ് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇനിയും ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് ഞാൻ വെച്ചതാണ്. ബീഫ് റെഡിയാണ് കേട്ടോ. ഇങ്ങനെയാണ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. കഴിച്ചോട്ടെ. സൂപ്പറാണ് കേട്ടോ, നല്ല രുചി. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ.
ഓക്കെ.